ഹലോ മക്കളെ, അപ്പോൾ എല്ലാ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും നോളജ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ് മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസിൻ്റെ വൺ ഷോട്ട് റിവിഷനാണ്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ കൺസെപ്റ്റും ഒറ്റ വീഡിയോയിൽ നമ്മൾ തീർക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പാഠത്ത് നിന്ന് നിങ്ങൾ കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, ആ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. സോ ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിലായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മളുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ തന്നെ, ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് എന്താണ് പാരലൽ ലൈൻ. നമുക്ക് ആദ്യം പഠിക്കാം. സോ പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. 1 അതുപോലെ 2 വീഡിയോസ്, 2 ലൈൻസ് ആയിട്ടായിരിക്കും നമുക്ക് പാരലൽ ലൈൻ കാണാൻ പറ്റുക. 1 2 വരകൾ ഉള്ളതാണ് പാരലൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പാരലൽ ലൈനിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഈ 2 വരകളും ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല, അവരൊരിക്കലും കൂട്ടിമുട്ടത്തില്ല. മനസ്സിലായല്ലോ? അതായത് ഇനി ഞാൻ ഈ വര എത്ര കൂട്ടിമുട്ടിക്കാൻ ശ്രമിച്ചാലും, എത്ര നീട്ടിയിട്ട് എത്ര മുട്ടിക്കാൻ ശ്രമിച്ചാലും അവർ ഒരിക്കലും എന്ത് ചെയ്തില്ല, മീറ്റ് ചെയ്യത്തില്ല. അങ്ങനെ മീറ്റ് ചെയ്യാത്ത ആ 2 വരകളെ നമ്മൾ പാരലൽ ലൈൻ എന്ന് വിളിക്കും. സോ ഈ പാരലൽ ലൈനിന്റെ വേറൊരു പ്രത്യേകതയാണ് ഈ 2 വരകൾക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ 2 വരകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 6 ആണെന്നുണ്ടെങ്കിൽ, ഒരു 6 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും ഈ പാരലൽ ലൈനിന്റെ ബിറ്റ്വീനിൽ വരുന്നത്. 2 പാരലൽ ലൈനിന്റെ ഇടയിൽ വരുന്നത് ഒരേ അളവായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ പാരലൽ ലൈൻ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, ആ പാരലൽ ലൈനുകൾ ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല, അവരൊരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. അതേപോലെ ആ പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ്, ആ പാരലൽ ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ഈ ട്രെയിനിന്റെ പാളമൊക്കെ കണ്ടിട്ടില്ലേ? ആ ട്രെയിനിന്റെ പാളം നമുക്കറിയാം, അത് പാരലൽ ലൈൻസ്, അത് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. അത് പാരലൽ ലൈൻ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ പാരലൽ ലൈൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ്. സോ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മള് 6ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമായിരുന്നു ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. നിങ്ങൾ 6ാം ക്ലാസ്സിലെ ജോയിനിങ് ആംഗിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യമാണ് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. സോ എന്താണ് ആ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യണം. സോ അതൊന്ന് നമുക്ക് ഇവിടെ ഒന്ന് പറയണം, എങ്ങനെയാണ് ഓപ്പോസിറ്റ് ആംഗിളുകളുടെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു തരാം. അപ്പൊ ആദ്യം മക്കളെ 2 ലൈൻസ് ഇതുപോലെ ക്രോസ് ചെയ്ത്, എക്സ് പോലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, 2 വരകൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കുക, ഞാൻ ഈ ഒരു ആംഗിൾ മാർക്ക് ചെയ്തു. ഈ ഇതാ നോക്കണേ, ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളിന്റെ തൊട്ട് എതിർവശത്ത് വരുന്ന ആംഗിൾ ഏതാണോ അതാണ് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ വരിക ഇതായിരിക്കും, തൊട്ട് എതിർവശത്തുള്ള ആംഗിൾ, അതാണ് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പൊ ഒരു 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു 60 ഡിഗ്രി ആണെങ്കിൽ അതേ 60 ഡിഗ്രി ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിൽ ഉണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് ആംഗിളുകൾ പരസ്പരം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിളുകൾ പരസ്പരം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതിപ്പോ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ ഇവിടെ ഒരു 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 70 ഡിഗ്രി തന്നെ ആയിരിക്കും, അത് തന്നെയായിരിക്കും ഇവിടെയും വരിക. സോ നിങ്ങളവിടെ മനസ്സിലാക്കി വെക്കുക, എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് മനസ്സിലാക്കി വെക്കുക. തൊട്ട് എതിർവശങ്ങളിൽ വരുന്ന ആംഗിളുകളെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്ന് പറയാം. 2 വര ക്രോസ് ചെയ്യുമ്പോൾ എതിർവശത്ത് വരുന്ന ആംഗിളുകളാണ് നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയാം. പിന്നെ ഓപ്പോസിറ്റ് ആംഗിളുകൾക്ക് ഒരേ മെഷർമെന്റ് ആയിരിക്കും, സെയിം അളവുകളായിരിക്കും കേട്ടോ. പിന്നെ മക്കളെ നിങ്ങൾ ചോദിക്കട്ടെ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത്? ഓക്കെ, അപ്പൊ ഇത് ഒരു 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 120 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിളുകളാണ്. ഓക്കെ ആണല്ലോ? സോ ഓപ്പോസിറ്റ് ആംഗിൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ലീനിയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലീനിയർ പെയർ ഞാനൊന്ന് എഴുതുന്നുണ്ട്, ലീനിയർ പെയർ. സോ ലീനിയർ പെയർ നിങ്ങൾ അതേ 6ാം ക്ലാസ്സിലെ നമ്മളുടെ ജോയിനിങ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്.
സോ എന്താണ് ലീനിയർ പെയർ എന്ന് ഞാൻ പറഞ്ഞു തരാം. സോ മക്കളെ കൃത്യമായിട്ട് നോക്കുക. ഇതാ ഇവിടെ ഞാനൊരു ലൈൻ വരയ്ക്കാം. ഒരു വര, ആ വരയുടെ മേലെ ഉണ്ടാകുന്ന കോണ്, സോ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ തൊട്ട് മേലെ ഉണ്ടാകുന്ന ആ ആംഗിളിന്റെ സമ്മ്, അതായത് ആ ആംഗിൾ മുഴുവൻ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ലീനിയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ലൈൻ എടുത്തിട്ട് ആ ലൈനിന്റെ തൊട്ട് മേലെ ഉണ്ടാകുന്ന ആംഗിളുകളുടെ സമ്മ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിപ്പോ എത്ര വര വന്നിട്ട് ഈ ലൈനിന്റെ മേലെ ഉണ്ടാകുന്ന ഈ ഒരു ആംഗിളിനെ ക്രോസ് ചെയ്താലും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഇതാ ഇവിടെ നിങ്ങൾ നോക്കുക. സോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു വര ഇങ്ങനെ ഞാൻ മുറിച്ചു, ഒരു വര ഞാൻ ഇങ്ങനെ മുറിച്ചു. അപ്പോൾ ആ വരയെ വേറൊരു വര വന്ന് മുറിക്കുമ്പോൾ ഇവിടെ ഒരു 150 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ, ഈ വലിയ ആംഗിൾ 150 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം ഇത് രണ്ടും കൂട്ടിയല്ല, ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആ. അപ്പോൾ രണ്ടാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 നിന്ന് ഈ 150 കുറച്ചാൽ മതി. അപ്പൊ 150 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും ആംഗിൾ വരിക. ഓക്കെ ആണല്ലോ, ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും വരിക. സോ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ഒരു ഞാനൊന്ന് മെഷർമെന്റ് മാറ്റാം. ഇനിയിപ്പോ ഇവിടെ ഒരു 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും മക്കളെ? ഇവിടെ ഒരു 120 ഡിഗ്രി ആണെങ്കിലേ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 120 ആണെങ്കിൽ ഇവിടത്തെ കണ്ടുപിടിക്കാൻ 180, ആകെയുള്ള 180 ആ 120 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ 180 120 കുറയ്ക്കുമ്പോൾ ഇവിടെ 60 ഡിഗ്രി എന്ന് കിട്ടും. സോ അത്രേ ഉള്ളൂ നിങ്ങൾ ലീനിയർ പെയറിൽ മനസ്സിലാക്കി വെക്കേണ്ട കൺസെപ്റ്റ് കേട്ടോ. സോ ലീനിയർ പെയർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് ലീനിയർ പെയറും ഓപ്പോസിറ്റ് ആംഗിളും ഇത് രണ്ടും കൂടെ വെച്ചിട്ടുള്ള ഒരു ഭാഗം ചെയ്യാം. സോ മക്കളെ നോക്കണേ. സോ അടുത്ത് നമുക്ക് നോക്കാം, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം. ഇവിടെ ഞാൻ 2 പാരലൽ ലൈൻ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച 2 പാരലൽ ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. സോ 2 പാരലൽ ലൈൻ വരയ്ക്കുകയാണ്. സോ 2 പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ വേറൊരു വര വന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തു, അതിനെ വേറൊരു വര വന്ന് ഇങ്ങനെ മുറിച്ച് കിടക്കുകയാണ്. അപ്പൊ ടോട്ടലി അവിടെ 8 ആംഗിൾസ് ഉണ്ടാവുന്നുണ്ടല്ലോ. അതായത് ഇവിടെ ഒരു 4 ആംഗിളും ഇവിടെ ഒരു 4 ആംഗിളും, ടോട്ടൽ 8 ആംഗിളുകളാണ് അവിടെ ഉണ്ടാകുന്നത്. സോ മക്കളെ നമുക്കിതാ ഇവിടുത്തെ ഈ 8 ആംഗിളുകളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ലീനിയർ പെയറും ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞ ഈ 2 കൺസെപ്റ്റ് വെച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 50 ഡിഗ്രിയാണ് നോക്കുക. സോ ഇവിടെ ഞാനൊരു 50 ഡിഗ്രി ആണെന്ന് കൊടുത്തു. ഇവിടെ ഒരു 50 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള 7 ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് രണ്ടും ലീനിയർ പെയർ. ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ആംഗിളും ഈ ആംഗിളും ഇവിടെ ഉണ്ടാവുന്ന ഈ വരയുടെ തൊട്ട് മേലെ ഉണ്ടാവുന്ന ഈ 2 ആംഗിളും ലീനിയർ പെയറാ. അപ്പോൾ രണ്ടാളും കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പൊ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 50 കുറയ്ക്കുക. അപ്പൊ 180 നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 130 ഡിഗ്രി എന്ന് കിട്ടും. സോ പിന്നെ മക്കളെ നിങ്ങൾ നോക്ക്, ഈ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? അതായത് ഈ വരയുടെ അല്ലെങ്കിൽ ഈ ആംഗിളിന്റെ തൊട്ട് എതിർവശത്ത് വരുന്ന ആംഗിൾ ആണിത്. അപ്പൊ ഇവിടെ 130 ആണെങ്കിൽ ഇവിടെയും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഇവിടെയും 130 ഡിഗ്രിയാണ്. ഓക്കെ, അവിടെ 130 ഡിഗ്രിയാണ്. ഇനി മക്കളെ നിങ്ങൾ നോക്ക്, ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയായിരിക്കും? കാരണം ഇത് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? പിന്നെ മക്കളെ ഞാൻ ഈ ഭാഗത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിളുകൾ എത്രയാണോ അത് തന്നെയായിരിക്കും താഴെ ഉണ്ടാകുന്ന ഈ 4 ആംഗിളുകൾക്കും വരിക. അതായത് ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും ഒന്നുകൂടി മാർക്ക് ചെയ്താൽ വെച്ചാൽ ഈ ഭാഗത്ത് 50 ആണെങ്കിൽ ഇവിടെയും 50 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50, ഇവിടെ 130 ആണെങ്കിൽ ഇവിടെയും 130, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50, ഇവിടെ 130 ആണെങ്കിൽ ഇവിടെയും 130. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. സോ ഇത് മനസ്സിലായല്ലോ? ഓക്കെ. സോ നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തരാം. സോ വർക്ക് എങ്ങനെയാണ്? 2 പാരലൽ ലൈന്, ആ ലൈനെ വേറൊരു ലൈൻ വന്ന് ക്രോസ് ചെയ്തു. സോ ഇവിടുത്തെ ആംഗിൾ ഒരു 40 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ ഒരു 40 ഡിഗ്രി എന്ന് കൊടുത്തു.
ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിളുകൾ എത്രയാണോ, ബാക്കിയുള്ള 7 ആംഗിളുകളും എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ. സോ നമുക്ക് ഇത്രയും അവിടെ പറയാനുള്ളൂ. ഇപ്പൊ ലീനിയർ പെയർ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ ഓപ്പോസിറ്റ് ആംഗിൾ, പാരലൽ ലൈൻ. സോ 3 കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു ടോപ്പിക്കാണ്. കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് ഇവിടെ. ഓക്കെ, സോ അടുത്ത് നോക്കടാ. ഇവിടെ ഞാനൊരു 2 പിക്ചർ വരയ്ക്കുന്നുണ്ട്. സോ 1, 2 പാരലൽ ലൈനാണ്. ആ പാരലൽ ലൈനിനെ കട്ട് ചെയ്തുകൊണ്ട് ഞാൻ 2 വരകൾ ഇങ്ങനെ വരയ്ക്കുക. മനസ്സിലായല്ലോ? ഒന്നും കൂടെ ഞാൻ പറയുന്നു. 2 പാരലൽ ലൈന്, 1, 2. ആ 2 പാരലൽ ലൈനിന് വേറൊരു വര വന്നിട്ട് വേറെ 2 വരകൾ വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചോളുക. ഇവിടെ ഈ വരയും പാരലൽ ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കാവേ, നോക്കോ. ഞാൻ ഇവിടെ പേര് എടുക്കുന്നു. ഇവിടെ എ, ഓക്കെ, വേറെ കളർ എടുക്കാം. ഇവിടെ ഞാൻ എ പേര് കൊടുത്തു, ഇവിടെ ഞാൻ ബി എന്ന പേര് കൊടുത്തു, ഇവിടെ ഞാൻ സി എന്ന പേര് കൊടുത്തു, ഇവിടെ ഞാൻ ഡി എന്ന പേര് കൊടുത്തു. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പറയുന്നതാ, ഇവിടെ ഒരു ഞാൻ പി, ഇവിടെ ഞാനൊരു ക്യൂ, ഇവിടെ ഞാനൊരു ആർ എന്ന് പേര് കൊടുക്കുന്നു, ഇവിടെ ഞാനൊരു എസ് എന്ന് പേര് കൊടുക്കുന്നു. ചിത്രത്തില് എ ബിയും സി ഡിയും പാരലലാ. അതായത് ഞാൻ പറയുന്നു എ ബി എന്ന് പറഞ്ഞ വരയും സി ഡി എന്ന് പറഞ്ഞ വരയും പാരലലാ. സോ അപ്പൊ ഞാൻ ഒന്ന് എഴുതി വെക്കുന്നു. സോ എ ബി ഈസ് പാരലൽ ടു സി ഡി. ഓക്കെ, എ ബി ഈസ് പാരലൽ ടു സി ഡി. അതേപോലെ പി ക്യൂവും ആർ എസും പരസ്പരം പാരലലാ. പി ക്യൂ പാരലൽ ടു ആർ എസ്. ഒരു കൂട്ടിമുട്ടത്തില്ല എന്ന് ആലോചിക്കാം. സോ ഇങ്ങനെ 2 ജോഡി വശങ്ങൾ അല്ലെങ്കിൽ 2 ജോഡി വരകൾ പാരലൽ ആണെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക, ഞാൻ മാർക്ക് ചെയ്യുന്ന ആംഗിളുകളൊക്കെ ഈക്വൽ ആയിരിക്കും. അതായത് ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ ആംഗിൾ ഇപ്പോൾ ഒരു 30 ആംഗിൾ വിചാരിച്ചോ, അപ്പൊ ഇവിടുത്തെ ആംഗിൾ 30 ആയിരിക്കും. ഓക്കെ, ഒരേ പൊസിഷനിൽ നിങ്ങൾ നോക്കുക. ഈ വരയുടെ, ഈ പി ക്യു എന്ന് പറഞ്ഞ വരയുടെ ഈ വശത്ത് ഉണ്ടാവുന്ന ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെയായിരിക്കും ആർ എസ് എന്ന് പറയുന്ന ഈ വരയുടെ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും. ഓക്കെ, പി ക്യൂടെ ഈ വശത്ത് ഉണ്ടാവുന്ന ആംഗിൾ, അതായത് ഇത് നമുക്കറിയാം റൈറ്റ് സൈഡ് ആണ് അല്ലെ, പി ക്യൂവിന്റെ റൈറ്റ് സൈഡ് ആണ്. അപ്പൊ പി ക്യൂവിന്റെ റൈറ്റ് സൈഡിൽ എത്രയാണോ ആംഗിൾ ഉണ്ടാവുന്നത് അതേ ആംഗിൾ ആയിരിക്കും ആർ എസിന്റെ റൈറ്റ് സൈഡിലും വരിക. മനസ്സിലായല്ലോ? ഇനി പി ക്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആംഗിൾ ഏതാ? ഈ ആംഗിൾ ആണ്. അതായത് ഈ ആംഗിൾ ആണ് അല്ലെ, ഈ ആംഗിൾ ആണ് പി ക്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. സോ പി ക്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ആർ എസിന്റെയും ലെഫ്റ്റിൽ വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിളുകൾ ഈക്വൽ ആണെന്നർത്ഥം. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ 30 ആണെങ്കിൽ ഇത് നമുക്കറിയാം 150. ലീനിയർ പെയർ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 150. ഇത് 150 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും മക്കളെ? 150 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിളും ഈക്വൽ ആണെന്ന് മനസ്സിലായി അല്ലേ? അതേപോലെ തന്നെ മക്കളെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഈ പി ക്യൂടെ ഈ വശത്ത് നിങ്ങൾ പൊസിഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഈ വശത്തുണ്ടാവുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. സിമിലർലി ഇതേപോലെ പറയണേ, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സോ നിങ്ങൾ മനസ്സിലാക്കിക്കേണ്ട ഒരു ടോപ്പിക് ഇവിടെ ഇതാണ്. 2 ജോഡി പാരലൽ ലൈനിന് ഒന്ന് ഇങ്ങനെ 1, 2 പാരലൽ ലൈന്, അതിന് വേറൊരു വരകൾ ഇങ്ങനെ വന്ന് ക്രോസ് ചെയ്യുമ്പോൾ സെയിം പൊസിഷനിൽ വരുന്ന ആംഗിൾ, ഒരേ പൊസിഷനിൽ വരുന്ന ആംഗിളുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റില്, റൈറ്റിലാണെങ്കിൽ റൈറ്റില് കേട്ടോ. സെയിം പൊസിഷനിൽ വരുന്ന ആംഗിളുകൾ എപ്പോഴും ഈക്വൽ ആയിരിക്കും. സെയിം പൊസിഷനിൽ കേട്ടല്ലോ? നിങ്ങൾ വെറുതെ പഠിച്ചു വെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. സോ സെയിം പൊസിഷനിൽ വരുന്ന ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ്. ഓക്കെ,
അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്, പാരലലോഗ്രാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ എക്സാമിന് ഈ പാരലലോഗ്രാം വരയ്ക്കാനൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. സോ എന്താണ് പാരലലോഗ്രാം എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആ പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 സൈഡുള്ളൊരു പിക്ചറാണ്. നമ്മളുടെ സ്ക്വയർ അതേപോലെ റെക്റ്റാങ്കിൾ ഒക്കെ പോലെ ഒരു 4 വശങ്ങൾ 4 സൈഡ്സ് ഉള്ള ഒരു ഫിഗറാണ്. ആ ഫിഗറിന് ചില പ്രത്യേകതകളുണ്ട്. ഞാൻ ഇവിടെ പേര് കൊടുക്കുന്നു. ഇതാ ഇവിടെ എ എന്ന പേര് കൊടുത്തു, ഇവിടെ ഞാൻ ബി എന്ന പേര് കൊടുത്തു, അതാ ഇവിടെ ഞാനൊരു സി കൊടുത്തു, ഇവിടെ ഒരു ഡി എന്ന് കൊടുത്തു. അങ്ങനെ ഞാൻ 4 പേരുകൾ കൊടുത്തു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ എ ബിയും സി ഡിയും ഓപ്പോസിറ്റ് സൈഡുകളാണ്, തൊട്ട് എതിർവശങ്ങളാണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലും ഈക്വലുമായിരിക്കും. ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ തൊട്ട് എതിർവശങ്ങള് പാരലലും ആണ്, ഈക്വലും ആണ്. ഞാൻ പറഞ്ഞുതരാം മക്കളെ, നമുക്കൊന്ന് എഴുതി വെക്കാം. ഈ എ ബിയും സി ഡിയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. സോ ഞാൻ എഴുതുന്നു, ഞാനൊന്ന് എഴുതാം. എ ബിയും സി ഡിയും പാരലൽ ആയിരിക്കും. എ ബി ഈസ് പാരലൽ ടു സി ഡി. മക്കളെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പാരലൽ എന്നർത്ഥം. നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ടതാ. ഇവിടെ ഇങ്ങനെ 2 വര ഇട്ട് കഴിഞ്ഞാൽ പാരലൽ എന്നാണ് അർത്ഥം കേട്ടോ. സോ എ ബി ഈസ് പാരലൽ ടു സി ഡി ആണ്. നമുക്ക് അതുപോലെ എ ബി സി ഡിയും പാരലൽ മാത്രമല്ല, പാരലലോഗ്രാമില് എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആയിരിക്കും. എ ബിയും സി ഡിയും ഈക്വൽ ആയിരിക്കും. എ ബിയും സി ഡിയും ഈക്വൽ ആയിരിക്കും. സോ ഇതാണ് അവിടെ മനസ്സിലാക്കി വെക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താ ഈ എ ബി എന്ന് പറഞ്ഞ ഈ സൈഡും പാരലൽ ആയിരിക്കും, അതേപോലെ ഈക്വൽ ആയിരിക്കും. ഇതിപ്പോ ഒരു 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്ര തന്നെ ആയിരിക്കും? 6 ആയിരിക്കും. മനസ്സിലായല്ലോ മക്കളെ? ഒരു പാരലലോഗ്രാമില് ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമല്ല, ഇതും ഓപ്പോസിറ്റ് അല്ലേ? ഈ എ ഡി എന്ന് പറഞ്ഞ വരയും ബി സി എന്ന് പറഞ്ഞ വരയും ഓപ്പോസിറ്റ് സൈഡുകളല്ലേ, തൊട്ട് എതിർവശങ്ങളല്ലേ? അപ്പൊ അവരും പാരലലും ഈക്വലും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് എഴുതുകയാണ്. ഇതാ കൃത്യമായിട്ട് നോക്കുക. എ ഡി ഈസ് പാരലൽ ടു ബി സി ആണ് കേട്ടോ. എ ഡി ഈസ് പാരലൽ ടു ബി സി ആണ്. അതേപോലെ എ ഡി ഈസ് ഈക്വൽ ടു ബി സി ആണ്. എ ഡി ഈസ് ഈക്വൽ ടു ബി സി ആണ് കേട്ടോ. സോ എന്താണ് പാരലലോഗ്രാം എന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് സൈഡുകളെ തൊട്ട് എതിർവശങ്ങളെ ഈക്വലും പാരലലും ആണെങ്കിൽ ആ തരം ഷേപ്പിനെയാണ് അല്ലെങ്കിൽ ആ തരം രൂപങ്ങളെയാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയാ. മനസ്സിലായല്ലോ? സോ ഇവിടെ എ ബിയും സി ഡിയും പാരലൽ ആയിരിക്കും, അതേപോലെ എ ഡിയും ബി സിയും പാരലൽ ആയിരിക്കും. പാരലൽ മാത്രമല്ല, ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഇതൊരു 6 ആണെന്നുണ്ടെങ്കിൽ ഇതും 6 ആയിരിക്കും. അതേപോലെ ഈ എ ഡി ഒരു 3 ആണെങ്കിൽ ബി സിയും 3 ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വലും പാരലലുമായിരിക്കും ഒരു പാരലലോഗ്രാമിന് ഉണ്ടാവുക. അത് മാത്രമല്ല ഇവരുടെ ഫീച്ചേഴ്സ്, ഇവർക്ക് വേറെ പ്രത്യേകതകളുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും നോക്കുക. സോ നമുക്കിവിടെ ആംഗിൾ എ കാണാൻ പറ്റുന്നുണ്ട്. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒരു പാരലലോഗ്രാമില് ഇതാ ഈ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ, ഇതാ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിളുകളല്ലേ? ഇതാ ഈ എയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് സി. അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചുതരാം. അപ്പൊ ഇവിടെ ഒരു 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. അത്രയും മനസ്സിലാക്കി വെക്കുക മക്കളെ. ഇത് മാത്രമല്ല ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ, ഈ ബിയും ഡിയും ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? ഈ ബിയും ഡിയും ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ഇതെത്രയാണോ അത് തന്നെ ആയിരിക്കും ഇതും വരിക. ഓക്കെ, ബിയും ഡിയും ഈക്വൽ ആയിരിക്കും. സോ അത് ഞാൻ അടുത്ത പേജിൽ എഴുതി തരാം കേട്ടോ. സോ ഈ പേജിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അടുത്ത പേജിൽ ഞാൻ എഴുതി തരാം. ഓക്കെ, ഇനി ഇവിടെ വേറൊരു റിലേഷനും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കാണ്ട്. ഇവിടെ ഈ തൊട്ടടുത്തുള്ള ഞാൻ അടുത്ത പേജിൽ കേട്ടോ. സോ അടുത്ത പേജിൽ ഞാൻ വരച്ചു തരാം. ഓക്കെ, സോ നോക്കടാ, ഇനി ഇവരുടെ ആംഗിൾ. അപ്പോൾ സൈഡുകൾ തമ്മിലുള്ള റിലേഷൻ മനസ്സിലായല്ലോ. സോ ഇവരുടെ സൈഡുകൾ തമ്മിലുള്ള റിലേഷൻ എന്തൊക്കെയായിരുന്നു ഒന്നുകൂടി ഓർമ്മിക്കാം. ഈ സൈഡും ഈക്വലുമാണ്, പാരലലുമാണ്. സിമിലർലി ഇതാ ഈ സൈഡും പാരലലുമാണ്, ഈക്വലാണ്. സൈഡുകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇവരുടെ ആംഗിളുകൾ തമ്മിലുള്ള ബന്ധമാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ച കാര്യം തന്നെയാണ്. ഇതും ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിളുകൾ. അതേപോലെ തന്നെ ഇതാ ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഓക്കെ, സോ അടുത്തത് ബാക്കി നോക്കാം. ഇനി ഇവരുടെ ആംഗിളുകളുടെ അടുത്ത പ്രത്യേകതയാണ് നോക്കിക്കോണേ. ഇവിടെ ഒരു ഈ ആംഗിൾ എ, ഇവിടെ ബി എന്ന് കൊടുത്തു. ഈ എയും ബിയും
കൂട്ടിക്കഴിഞ്ഞാൽ ഈ അടുത്തുള്ള ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. ഈ അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക. സോ ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. സോ നോട്ട് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. സോ അപ്പോൾ പാരലലോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് പാരലലോഗ്രാമിൻ്റെ ഓരോ കോൺസെപ്റ്റും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വലും ആയിരിക്കും, പാരലലും ആയിരിക്കും. അതേപോലെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും, തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. പിന്നെ അടുത്തടുത്ത ഈ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ്, കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അടുത്ത് നോക്കണേ. അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കൂ, കറസ്പോണ്ടിങ് ആംഗിൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് കേട്ടോ. സോ കറസ്പോണ്ടിങ് ആംഗിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഞാനിവിടെ പാരലൽ ലൈനും അതേപോലെ ആ പാരലൽ ലൈനെ ക്രോസ് ചെയ്തുകൊണ്ട് വേറൊരു ലൈനും വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാരലൽ ലൈനെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള വേറെ ഒരു ലൈനും വരച്ചിട്ടുണ്ട്. സോ എന്താണ് നമ്മളുടെ കറസ്പോണ്ടിങ് ആംഗിൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കൃത്യമായിട്ട് നോക്കിക്കോ. ഞാൻ ഈ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഇതായിരിക്കും. മനസ്സിലായല്ലോ? ഈ ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഇതായിരിക്കും. സിമിലർലി ഈ ആംഗിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതായിരിക്കും? ഇതായിരിക്കും. നിങ്ങൾ ആ പൊസിഷൻ നോക്കുക, ഞാൻ ആ കളർ നോക്കട്ടെ. ഇവിടെ മഞ്ഞയാണെങ്കിൽ ഇവിടെയും മഞ്ഞ, ഇവിടെ പച്ചയാണെങ്കിൽ ഇവിടെയും പച്ച. അതേപോലെ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും വരിക. ഓക്കെ, സിമിലർലി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇവിടെയും വരിക. സോ ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് ആംഗിളുകൾ പഠിച്ചു വെക്കുക. കറസ്പോണ്ടിങ് ആംഗിളുകൾ പരസ്പരം ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 30 ഡിഗ്രി ആയിരിക്കും. സിമിലർലി ഇവിടെ നമുക്ക് ഇവിടെ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇവിടെ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കി വെക്കുക, കറസ്പോണ്ടിങ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, തുല്യമായിരിക്കും, ഒരേ കോണളവായിരിക്കും. ഓക്കെ, സോ അവർ ഈക്വൽ ആയിരിക്കും. സോ കറസ്പോണ്ടിങ് ആംഗിളിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആംഗിൾ ഉണ്ട്, അതാണ് നമ്മളുടെ ആൾട്ടർനേറ്റ് ആംഗിൾസ് കേട്ടോ. സോ ആൾട്ടർനേറ്റ് ആംഗിളും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ആംഗിളാണ്. സോ ആൾട്ടർനേറ്റ് ആംഗിൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. സോ കറസ്പോണ്ടിങ് ആംഗിൾ മനസ്സിലായല്ലോ. കറസ്പോണ്ടിങ് ആംഗിൾ ഒരു ആംഗിൾ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഇവിടെ ആയിരിക്കും. പക്ഷേ ആൾട്ടർനേറ്റ് ആംഗിൾ അങ്ങനെയല്ല. ആൾട്ടർനേറ്റ് ആംഗിൾ നോക്കുക, നിങ്ങൾ ആ പൊസിഷൻ മാത്രം നോക്കുക. സോ ഇപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇവിടെ ആയിരിക്കും. ഓക്കെ, പിന്നെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇത് പാരലൽ ലൈൻ ആണ്. പാരലൽ ലൈൻ ആണെങ്കിൽ മാത്രമേ ആൾട്ടർനേറ്റും കറസ്പോണ്ടിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇതും എന്താ പാരലലാണ്. അപ്പോൾ നേരത്തെ ആൾട്ടർനേറ്റിലും പാരലലാണ് കേട്ടോ, രണ്ട് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇതും ഈക്വൽ ആയിരിക്കും, കാരണം ഇതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾ ആണ് ഇത്. സിമിലർലി ഇതും ഈ ആംഗിളും ആൾട്ടർനേറ്റ് ആയിരിക്കും. സിമിലർലി നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ആംഗിളും ആൾട്ടർനേറ്റ് ആയിരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ബോട്ടം റൈറ്റ്, ടോപ്പ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾ ആ പൊസിഷൻ എവിടെയാണ് ഒരു ആംഗിൾ ഉള്ളത്, അതിൻ്റെ ആൾട്ടർനേറ്റ് ആംഗിൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് ആ പൊസിഷൻ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആൾട്ടർനേറ്റ് ആംഗിളിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും കേട്ടോ. സോ ആൾട്ടർനേറ്റ് ആംഗിൾ എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. സോ അടുത്തത് നിങ്ങൾ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് കോ ഇന്റീരിയർ ആംഗിൾസ്. സോ എന്താണ് കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ എന്നർത്ഥം, ഇന്നർ എന്നുള്ള അർത്ഥമാണ്, അതായത് ഉള്ളിലായിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ എന്താണ് കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കുക, രണ്ട് പാരലൽ ലൈൻ കൃത്യമായിട്ട് നോക്കുക. 1, 2 പാരലൽ ലൈൻ, ആ പാരലൽ ലൈനിന്റെ ഉള്ളിൽ വരുന്ന ആംഗിളുകളുടെ സമ്മത. ഇപ്പൊ ഇവിടെയാണ് ഒരു ആംഗിൾ ഉള്ളതെങ്കിൽ ഇവിടുത്തെ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയേ കിട്ടത്തുള്ളൂ? 180 ഡിഗ്രിയെ കിട്ടത്തുള്ളൂ.
മനസ്സിലായോ? അതായത് ഇവിടുത്തെ ആംഗിൾ കൂട്ടി എത്ര കിട്ടും? 180 ഡിഗ്രിയാണ് കിട്ടുക. നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. സോ അത് കറക്റ്റ് ആണെന്ന് നോക്കാം കേട്ടോ നമുക്ക്. സോ കൃത്യമായിട്ട് ഇതാ അവിടെ നോക്കാം. ഇതാ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒന്ന് ഫില്ല് ചെയ്ത് തരാം. അപ്പം കുറച്ചും കൂടെ മനസ്സിലാവും. സോ ഇവിടെ 130, അതേപോലെ ഇവിടെ 50, ഇവിടെയും 50 വരും, ഇവിടെയും 50 വരും, അതേപോലെ ഇവിടെയും 130. ഓക്കെ. ഇനി നോക്ക് മക്കളെ, ഞാൻ പറഞ്ഞു കോ ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ പാരലൽ ലൈനിന്റെ ഉള്ളിലുള്ള ഒരേ സൈഡിൽ വരുന്ന ആംഗിളുകളായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതാ ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുക. അതാണ് കറസ്പോണ്ടിങ് ആംഗിൾ, മനസ്സിലാക്കി വെക്കണം കേട്ടോ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ. കോ ഇന്റീരിയറിൽ പറഞ്ഞില്ലേ ഇവിടുത്തെ ആംഗിളും കൂട്ടി എത്ര കിട്ടും നമുക്ക്? 180 ഡിഗ്രിയാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ. അതേപോലെ സിമിലർലി ഇവിടുത്തെ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാലും ഇതേപോലെ തന്നെ കിട്ടുക. ഇവിടുത്തെ ആംഗിൾ ഈ ഉള്ളിലുള്ള ഈ ആംഗിളും കൂട്ടിയാലും നമുക്ക് 180 കിട്ടുക. ഇപ്പൊ ഇവിടെ ഒരു 70 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 110 ഡിഗ്രി ആയിരിക്കും. 180 70 കുറച്ച് കഴിഞ്ഞ് ഇവിടെ 110 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെ ഒരു 40 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 40 കുറയ്ക്കുക, അപ്പൊ 140. അങ്ങനെ ഓരോ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാം. സോ അതാണ് കോ ഇന്റീരിയർ ആംഗിളിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. സോ കോ ഇന്റീരിയർ ആംഗിള് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കോ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലായിരിക്കും ഇന്നർ, അതായത് പാരലൽ ലൈൻസിന്റെ ഉള്ളിൽ ഒരേ സൈഡിലായിരിക്കും ആംഗിളുകൾ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ആയിരിക്കും. സോ അടുത്തത് കോ ഇന്റീരിയറിനെ പോലെ തന്നെ പഠിക്കാനുള്ള അടുത്തൊരാളാണ് കോ എക്സ്റ്റീരിയർ ആംഗിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ കോ എക്സ്റ്റീരിയർ മക്കളെ, എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഔട്ടർ ഭാഗമാണ്, അത് പുറത്താണ്, ഔട്ട് സൈഡാണ്, അല്ലെങ്കിൽ ഔട്ട് സൈഡിലാണ്, പുറത്തായിരിക്കും. പാരലൽ ലൈനുകളുടെ പുറത്തായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ വരയും പാരലൽ ആണ്. അപ്പോ ഈ പാരലൽ ലൈനിന്റെ ഇവിടത്തെ ആംഗിളും അതുപോലെ ഇവിടുത്തെ ആംഗിളും ഇത് രണ്ടും പുറത്തുള്ള ഭാഗങ്ങളാണ്. ഞാൻ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് തരാം. അപ്പൊ കൃത്യമായിട്ട് നോക്കുക. ഇതാ ഈ ആംഗിളും സിമിലർലി ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ കിട്ടുക നമുക്ക്? ഞാനിപ്പോ ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് ആംഗിളുകളും പാരലൽ ലൈനിന്റെ പുറത്തതാ, ഈ പാരലൽ ലൈനിന്റെ പുറത്തുള്ള ആംഗിളാണിത്. അതേപോലെ ഈ പാരലൽ ലൈനിന്റെ പുറത്തുള്ള ആംഗിളാണ്. അപ്പൊ പാരലൽ ലൈനുകളുടെ പുറത്തുള്ള ആംഗിളുകളെയാണ്, പുറത്തുള്ള ഒരേ സൈഡിൽ ഇതിപ്പോ ഒരേ സൈഡിലല്ലേ, അപ്പൊ അങ്ങനെ ഒരേ സൈഡിൽ വരുന്ന ആംഗിളുകളെയാണ് കോ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയാം. എക്സ്റ്റീരിയർ പുറത്ത്. സോ നമുക്ക് മക്കളെ കോ എക്സ്റ്റീരിയറിൽ പഠിച്ചു വെക്കേണ്ടത് ഇതേപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ കോ ഇന്റീരിയറിൽ പറഞ്ഞു കോ ഇന്റീരിയർ ആംഗിളുകളുടെ സമ്മ് 180 ആയിരിക്കും. അതേപോലെ കോ എക്സ്റ്റീരിയർ ആംഗിളുകളുടെ സമ്മും എത്ര തന്നെയായിരിക്കും? 180 ഡിഗ്രി തന്നെയായിരിക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിളും ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുക. ഇപ്പോൾ ഇവിടെ ഒരു 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 30-ൽ നിന്ന് 150 കുറച്ചാൽ മതി. അപ്പൊ 150 കിട്ടും. മനസ്സിലായല്ലോ? സിമിലർലി മക്കളെ നിങ്ങൾ നോക്കുക, ഈ ആംഗിളും കോ എക്സ്റ്റീരിയർ ആംഗിളുകളല്ലേ? ഇതും കോ എക്സ്റ്റീരിയർ ആംഗിളുകളല്ലേ? കോ എക്സ്റ്റീരിയർ ആംഗിളുകളാണ്. ഓക്കെ. അപ്പോൾ കോ എക്സ്റ്റീരിയർ ആംഗിളുകളുടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. കോ എക്സ്റ്റീരിയർ ആംഗിൾ എവിടെയാണെന്ന് ആ പൊസിഷൻ നോക്കി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. കറസ്പോണ്ടിങ് ആംഗിൾ മനസ്സിലാക്കി വെക്കുക. ആൾട്ടർനേറ്റ് ആംഗിൾ, കോ ഇന്റീരിയർ ആംഗിൾ, കോ എക്സ്റ്റീരിയർ ആംഗിൾ. ആ ഓരോ ആംഗിളിന്റെ ഈ പൊസിഷൻ, ഒരു ആംഗിളിന്റെ കോ ഇന്റീരിയർ ആംഗിൾ എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ആൾട്ടർനേറ്റ് ആംഗിൾ, ബാക്കിയുള്ള ആംഗിളുകളൊക്കെ എവിടെയാണ് അത് നിൽക്കുന്നത്, സ്ഥലം, ആ ആംഗിളിന്റെ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. സോ അടുത്തത് നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ട്രയാങ്കിൾ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിൾ ടോപ്പിക്കാണ്. അതായത് ഇപ്പൊ നോക്കടാ, ഒരു ട്രയാങ്കിൾ എടുത്തു. ആ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന് 3 ആംഗിളുകൾ ഉണ്ടാവുമല്ലോ. ആ 3 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്ലസ് എന്നാണ് അർത്ഥം. അതായത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3ഉം കൂടെ ആഡ് ചെയ്യുന്നത്. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളുകളുടെ, അതിപ്പോൾ ഒരു ട്രയാങ്കിൾ അല്ല, ഏതൊരു ട്രയാങ്കിൾ ആയിക്കോട്ടെ, റൈറ്റ് ട്രയാങ്കിൾ ആയിക്കോട്ടെ,
ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ 3 ആംഗിളുകളുടെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ സംശയം നോക്ക്, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ ഞാൻ പേര് കൊടുക്കുന്നു. ഇവിടെ ഒരു എ കൊടുത്തു, ഇവിടെ ഒരു ബി എന്ന് കൊടുത്തു, അതേപോലെ ഇവിടെ ഞാനൊരു സി എന്നും പേര് കൊടുത്തു. ഈ ട്രയാങ്കിളിലെ ആംഗിൾ എ പ്ലസ് ആംഗിൾ കുറച്ചും കൂടെ വൃത്തിക്കുക നോക്കിക്കോണേ. സോ ഈ ട്രയാങ്കിളിലെ ആംഗിൾ എയും അതേപോലെ ആംഗിൾ ബിയും അതേപോലെ ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ നമുക്ക് കിട്ടുക? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഓക്കെ, അതിപ്പോൾ ഏത് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും 3 ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇപ്പോൾ നോക്ക്, ഇവിടുത്തെ ഒരു ആംഗിള് 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഒരു ആംഗിൾ ഒരു 60 ഡിഗ്രിയാണ്. ഇവിടെ ഒരു 40 ഡിഗ്രിയും കൊടുത്തു. ഇവിടുത്തെ ആംഗിൾ ഒരു 40 ഡിഗ്രി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആംഗിൾ ബി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ മൂന്നാമത്തെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം വെച്ച് തന്നെ കണ്ടുപിടിക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 180 ആണ്, 180 ആണ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രിയും ഇവിടെ 40 ഡിഗ്രിയും വന്നു. അപ്പോൾ 60ഉം 40ഉം കൂട്ടിക്കഴിഞ്ഞാൽ 100. അപ്പോൾ 100 കൂടെ ഇനി 180 ആവാൻ ബാക്കി 80ഉം കൂടെ വേണ്ടേ? അപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആയിരിക്കും വരിക. ഇവിടെ 80 ഡിഗ്രി ആയിരിക്കും. സോ ഓക്കെ, ഇവിടെ 80 ഡിഗ്രി ആയിരിക്കും വരിക. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകൾ കണ്ടുപിടിക്കാം. സോ നിങ്ങൾക്ക് ട്രയാങ്കിൾ സം എന്ന് പറഞ്ഞ ഭാഗം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മക്കളെ, ആ ഒരു വലിയ ചാപ്റ്ററിനെ നമ്മളിതാ ഒരു 30 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. സോ ഈ വീഡിയോ നമുക്ക് ഇവിടെ ജസ്റ്റ് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനി ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അല്ലെങ്കിൽ പഠിക്കണം. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഈ കൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിൻ്റെ ചോദ്യങ്ങളായിട്ടായിരിക്കും വരിക. സോ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ നോളജ് ഹണ്ടർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോ വരുമ്പോൾ പഠിച്ചിരിക്കണം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. ബൈ.